സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യന്റെ ആ ഒരു കലാകാരന്റെ വിയോഗവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെ പറ്റിയാണ്? ചെകുത്താൻ. ചെകുത്താൻ എന്ന് പറയുന്ന ആ ഒരു പേരിട്ടുകൊണ്ട് ഒരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വാളിപ്പയലുണ്ട്. ഒരു വാളിച്ചെറുക്കൻ അല്ല വാണച്ചെറുക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവന് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് ഈ ശ്രീനിവാസനെ എല്ലാവരും അതുല്യ കലാകാരൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും അവന്റെ മനസ്സിൽ ശ്രീനിവാസനോട് ദേഷ്യമുണ്ടായിട്ട് പറയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇത് അവന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്കറിയാം, എല്ലാ ആളുകളും വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ശ്രീനിവാസനെ പറ്റി ഇങ്ങനത്തെ അപരാധങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അവന് റീച്ച് അത്യാവശ്യം വേണം. അതിൽ കൂടി അവന് കുറച്ച് ചീത്തവിളി കിട്ടുമ്പോൾ കുറച്ച് റീച്ച് ആവും, കുറച്ച് കാശ് കിട്ടും. അപ്പൊ അതിനുവേണ്ടി സ്വന്തം തന്തയും തള്ളയും മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരാക്കി പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ചെകുത്താൻ എന്ന് പേരിട്ടുകൊണ്ട് ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ചെറുക്കൻ്റെ ഒരു സ്വഭാവം. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വട്ടൻ ചെറുക്കനാണ്. ഇവന്റെ മുഖം കാണുന്നതിന് നിങ്ങൾക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ചെകുത്താൻ ഇപ്പൊ കുരു പൊട്ടിയിരിക്കുന്നത് ശ്രീനിവാസന്റെ മരണമാണെങ്കിലും ആ ശ്രീനിവാസന്റെ മരണത്തോടൊപ്പം തന്നെ മോഹൻലാലിനെ പറ്റി ഇവന് അപരാധങ്ങൾ പറയണം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അതുല്യനായ ഒരു കലാകാരൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ വിഷയങ്ങളിൽ മോഹൻലാൽ സൈലന്റ് ആയിരിക്കുന്നതും നാഷണൽ അവാർഡ് കിട്ടിയത് അടിമയായി, അതായത് സംഘികളുടെ അടിമയായതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മോഹൻലാൽ ചത്തെങ്കിൽ മാത്രമേ ഇനി മോഹൻലാലിന് ഒരു രക്ഷയുള്ളൂ എന്നാണ് ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന ചെറുക്കൻ പറയുന്നത്. ഒരു മണ്ടൻ ചെറുക്കനാണെന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മരിച്ചു. അങ്ങനെ മരിച്ച സമയത്ത് അയാള് എല്ലാവരും വലിയ ദൈവമാണ്, അയാൾ വലിയ മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് ആരാധകരുണ്ടെന്നൊക്കെ പറയുന്നു. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു. പകരക്കാരനില്ലാത്തൊരു അതുല്യനായ ഒരു കലാകാരനാണെന്ന് പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ മോഹൻലാലിന് വലിയ വിഷമമായിരിക്കും. അതായത് മോഹൻലാൽ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേരിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തി. അപ്പം ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ എല്ലാ ആളുകളും പറയുമ്പോൾ മോഹൻലാലിന് വലിയ വിഷമമുണ്ടാവും. അപ്പം മോഹൻലാലിനും അതുപോലെ അറിയപ്പെടണം, ഞാൻ എന്തോ വലിയ സംഭവമാണ്. അതായത് ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു പബ്ലിസിറ്റി ഉണ്ടല്ലോ, മരിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും അയാളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ എല്ലാവരും അറിയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യവും. അദ്ദേഹം മരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാവരും പറയുന്നത്. അപ്പം മോഹൻലാലിൻ്റെ ഉള്ളിൽ ഒരു ചിന്താഗതി വരും, മോഹൻലാൽ മരിച്ചാൽ മറ്റുള്ളവർ എന്താണ് പറയുന്നത്, അത് കേൾക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ മോഹൻലാലിന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന ചെകുത്താൻ പറയുന്നത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ചെകുത്താൻ എന്ന് പറയുന്ന ആ ഒരു ചെറുക്കൻ്റെ തന്നെ ഫേസ്ബുക്കിൽ അവൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ശ്രീനിവാസൻ മരിച്ചു. ശ്രീനിവാസൻ മരിച്ചത് മാത്രമല്ല, ഇനി ആര് മരിച്ചാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാരും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര പ്രതിഭയാണ്, ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു എന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞു. പക്ഷെ ചിരിച്ചൊന്നുമില്ല. ചിരിച്ചാണ്, ചിന്തിച്ച് കാണാൻ വഴിയില്ല. ചിന്തിച്ചിട്ടുണ്ടാകുന്ന അവൻ പൃഥ്വിരാജ് ആകത്തില്ല. എന്താണെങ്കിലും ഇതങ്ങോട്ട് കൂടുക, ഓവറാക്കുക ആൾക്കാര് എല്ലാരും. ഈ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം വൻ പ്രതിഭ പ്രതിഭ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഉള്ള സ്റ്റാറ്റസ് എല്ലാം വരുവാണേ. ഇത് പക്ഷെ അധികം നീട്ടുന്ന അത്ര സേഫ് അല്ല. ഇത് എത്രയും പെട്ടെന്ന് നിർത്തിക്കും എല്ലാരും. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇത് മോഹൻലാൽ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ മോഹൻലാൽ നോക്കുമ്പോ ശ്രീനിവാസൻ മരിച്ചപ്പോ ഭയങ്കര ഓളം. ഇത്രയും ആളുകൾ പ്രതിഭയാണ്, ഭയങ്കര ചിന്തിപ്പിക്കുകയാണ്, ചിരിപ്പിക്കുകയാണ്, ശരിക്കുള്ള സൂപ്പർ സ്റ്റാർ ശ്രീനിവാസനായിരുന്നു എന്നൊക്കെ ഉള്ള പോലത്തെ രീതിയിൽ കുറെ സാധനമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ മോഹൻലാൽ മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മരിച്ചിട്ടാണേലും നമുക്കിത് കിട്ടണ്ടേ. ഇപ്പൊ അടുത്തിടെയൊന്നും അങ്ങനെയുള്ള ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. അവാർഡൊക്കെ മേടിക്കാനല്ലേ പറ്റുന്നുള്ളൂ. ഇതിപ്പോ കേട്ട് കഴിയുമ്പോൾ പുള്ളിക്ക് തോന്നും ഇത് എനിക്കും വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? മരിക്കുക. അതുകൊണ്ട് വേഗം പരിപാടി നിർത്തിക്കോ. മോഹൻലാൽ ഇതൊക്കെ കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത്. അതായത് മോഹൻലാൽ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ശ്രീനിവാസനെ വാനോളം പുകഴ്ത്തുന്ന ആളുകൾ ഈ പരിപാടിയൊക്കെ നിർത്തിക്കും. അല്ലെങ്കിൽ മോഹൻലാലിനും പെട്ടെന്ന് മരിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അയാൾ ചെയ്യും. കാരണം അയാളുടെ പേര് കുറച്ച് പബ്ലിസിറ്റി, അല്ലെങ്കിൽ അയാളുടെ പേര് കുറച്ച് അറിയപ്പെടണമല്ലോ. ഇപ്പം മോഹൻലാലിന് അധികം പേരുകളൊന്നുമില്ല. മോഹൻലാലിന് അവാർഡ് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ, പേരൊന്നും കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയും മോഹൻലാലിന് കുറച്ച് പബ്ലിസിറ്റി അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് മോഹൻലാൽ എത്രയും പെട്ടെന്ന് മരിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കുമെന്നാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്നവൻ പറയുന്നത്. ഇവനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ സൈബർ പോലീസോ അല്ലെങ്കിൽ സൈബർ ഇടത്തിലുള്ള ആളുകൾ സ്വീകരിക്കണം. കാരണം ഒരു മനുഷ്യൻ, കേരളത്തിലെ എല്ലാ ജനങ്ങളും
അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളും തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. നമുക്കറിയാം കലാഭവൻ മണി മരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി അതുപോലെയുള്ള പല ആളുകളും മരിച്ചപ്പോഴും, ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കലാഭവൻ മണിയും അതേപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസനും മരിച്ചപ്പോൾ ആളുകൾക്കുണ്ടായ വിഷമം, ആ ഒരു വിഷമം അളവില്ലാത്ത തരത്തിലുള്ള വിഷമമാണ്. എല്ലാ ആളുകളും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ വരെയും ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. കാരണം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു അതിഥി അല്ല നമ്മുടെ വീട്ടിൽ ഒരാൾ പോയതുപോലെയുള്ളൊരു വിഷമമായിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലേക്കൊരു ബന്ധം അല്ലെ നമ്മുടെ വീട്ടുകാരനെ പോലെ നമുക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ നമ്മളേക്ക് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ കേരളക്കരയിലുള്ള എല്ലാ ജനങ്ങളെയും ഒന്നടങ്കം സ്വാധീനിച്ച ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യന്റെ മരണത്തിൽ ആ ഒരാൾ ചേതനയേറ്റ് അയാളുടെ ഈ പറയുന്ന ചടങ്ങുകൾ നടക്കുകയാണ്, സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ആ സമയത്താണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അവൻ്റെ വൃത്തികെട്ട വായിൽ നിന്ന് കുഷ്ഠം തീണ്ടുന്ന മറുപടി അല്ലെ കുഷ്ഠം തീണ്ടുന്ന കുറച്ച് വാക്കുകൾ വരുന്നത്. അങ്ങനെ വന്നിട്ട് അവൻ പറയുന്നത് മോഹൻലാലിനെ പറ്റിയും അതേപോലെ തന്നെ ശ്രീനിവാസനെ പറ്റിയും ഒക്കെയാണ്. നമുക്കറിയാം മോഹൻലാലിന് പട്ടണപ്രവേശം അതേപോലെ നാടോടിക്കാറ്റ് അങ്ങനെയൊക്കെയുള്ള പല സിനിമകളിലും വൻ രീതിയിൽ അല്ലെ വലിയ രീതിയിൽ നമ്മൾ ഇന്നീ കാണുന്ന മോഹൻലാലിനെ ആക്കി എടുത്തിരിക്കുന്നത് ഈ പറയുന്ന ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ എഴുതിയ കഥകളിൽ കൂടിയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സിനിമാ രംഗത്തേക്ക് വന്നത്. മമ്മൂട്ടി വന്നില്ലെന്ന് പറഞ്ഞാലും ഈ പറയുന്ന മോഹൻലാൽ രംഗത്തേക്ക് വന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അന്നത്തെ കാലത്ത് ഒരു വാല്യൂ ഉണ്ടാക്കി കൊടുത്തത് ശ്രീനിവാസനാണെന്നുള്ളത് ഞാൻ എടുത്തു പറയും. കാരണം ഈ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം ഇങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. ഇപ്പോഴല്ല എപ്പോൾ നോക്കിയാലും നമുക്കത് ഒരിക്കലും കാണാതിരിക്കാൻ തോന്നാത്ത സിനിമകളാണ്. നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അങ്ങനെ എന്തോ ഒരു മാജിക്ക് അതിൽ ഈ പറയുന്ന എഴുത്തിൽ ഈ ശ്രീനിവാസനുണ്ട്. ശ്രീനിവാസൻ ശരിക്കും ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു പോയറ്റോ ഒന്നുമല്ല. അയാള് ഒരു സാഹചര്യവശാൽ എഴുതി തുടങ്ങിയതാണ്. അങ്ങനെ എഴുതി തുടങ്ങി എല്ലാ കൈവച്ചതെല്ലാം പൊന്നാക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നീട് ശ്രീനിവാസനെ നമ്മൾ കണ്ടത്. ആ ഒരു സമയങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും സത്യൻ അന്തിക്കാടും പ്രിയദർശനും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള സിനിമകളെല്ലാം അല്ലെങ്കിൽ ആ സിനിമകൾക്കൊക്കെയും മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ ശ്രീനിവാസനായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നത് ശ്രീനിവാസന്റെ മരണശേഷമാണെന്നുള്ളൊരു വസ്തുതയാണ്. ഈ ചെകുത്താൻ പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഈ മരണം വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾക്കെതിരെ അവൻ പ്രതികരിക്കുന്നതാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് ആ മാധ്യമങ്ങൾ കാണിക്കുന്ന പരിപാടികൾക്കെതിരെ അല്ല. ഇവന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ പറ്റിയും മറ്റുള്ള സിനിമാ രംഗത്തുള്ള പല ആളുകളെ പറ്റിയും എന്തിന് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയും വരെ ഇവനിങ്ങനെ അപരാധം പറയുകയാണ്. പിന്നെ ഇവന്റെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടത്, ഇവനിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ജയലക്ഷ്മിയുടെ ആണെന്ന് തോന്നുന്നു ഒരു പരസ്യം അവരുടെ ഒരു ബോർഡിൽ ഈ പറയുന്ന ശ്രീനിവാസനെ പറ്റി ഇട്ടിട്ടുണ്ട്. ശ്രീനിവാസന്റെ സിനിമകളെല്ലാം കൂടി വെച്ചുകൊണ്ട് ഒരു വീഡിയോ അവർ പങ്കുവെച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചിരിക്കുന്ന വീഡിയോയും എടുത്തിട്ട് ഇവൻ വലിയ രീതിയിൽ വന്ന് മെഴുകിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയും കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. ജയലക്ഷ്മിയുടെ ഒരു എന്തോ ഇതിനെന്താണ് പറയുന്നത് ഇങ്ങനത്തെ ബോർഡിന്, അത് ഈ മറ്റേ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് എറണാകുളത്ത്. ഈ സ്ഥലം എവിടെ? അവിടെ ശ്രീനിവാസൻ ശ്രീ മലയാളത്തിന്റെ ഇരുന്നൊക്കെ പറഞ്ഞ് ജയലക്ഷ്മിയുടെ പരസ്യം ചെയ്ത് ശരിക്കും ഇതുവഴി പോകുന്നവരുടെ അറ്റൻഷൻ ഇപ്പൊ കൃത്യമായിട്ട് കിട്ടും ശ്രീനിവാസന്റെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് വരുന്ന എടുക്കേണ്ടതാണ്. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇത് അതാണ് സംഭവം. എന്താ പറയാ, ഇതൊരു പരസ്യമാണ്. മനസ്സിലായല്ലേ? ഒരു പരസ്യ ബോർഡുമാണ്. അവിടെ കൊണ്ട് ആദരാഞ്ജലികൾ ഭയങ്കര കുറെ സ്ത്രീനൊക്കെ കുറെ ഫോട്ടോസ് ഒക്കെ കട്ട് ചെയ്ത് ആ സമയത്ത് അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചാലും നമുക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്നത്. അതങ്ങ് നിർത്തിക്കൂടെ? ഇങ്ങനെയൊക്കെ ഓരോ അവസരം കിട്ടുമ്പോ ഇത് ഇയാള് മരിച്ചില്ലേ, അത് വെച്ച് തന്നെ വേണോ? വേറെ എന്തെങ്കിലും കിട്ടൂടെ? ഇതൊക്കെ ശരിക്കും ശ്രീനിവാസനെ ജീവിച്ചിരിക്കുകയാണ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇയാളുടെ ഫോട്ടോ എടുത്തിട്ട് ചുമ്മാ ഇടാൻ പറ്റുമോ? അതിനൊക്കെ ഒരു റൈറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ? കണ്ടില്ലേ, ഇതിലിവൻ പറയുന്നത് ആ ഒരു പരസ്യം കാണിച്ചുകൊണ്ടൊരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ നീ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോടാ മോനെ. ഇത് പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ വഴി തിരിച്ചു വിടുകയാണ്. അതായത് ഇനി പണി കിട്ടാൻ പോവുകയാണ്. അവന് നന്നായിട്ട് മനസ്സിലായി. എല്ലാവരും കൂടി പിടിച്ച് എയറിലാക്കി, മനോരമ വരെ ഇവനെ പിടിച്ചിട്ട് എയറിലാക്കി വിട്ടൊരു കാര്യം നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇവനെതിരെ ചീത്ത വിളിക്കുന്നു, അല്ലെ ഇവനെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നു, പോലീസ് കേസ് മേ ബി ഉണ്ടാവാം, അല്ലെ പോലീസ് കേസ് എന്തായാലും ഇവനെതിരെ വരും എന്നുള്ളൊരു ഭയം കൊണ്ട് അവൻ പെട്ടെന്ന് അങ്ങ് ക്ലച്ച് മാറ്റി പിടിച്ചു. അങ്ങനെ ക്ലച്ച് മാറ്റി പിടിച്ചപ്പോൾ അല്ലെ അങ്ങനെ തിരിച്ചു വിട്ടപ്പോൾ എന്താണ് അവന് കിട്ടിയത്? അതായത് ശ്രീനിവാസന്റെ മരണം വിറ്റ് കാശാക്കാനായിട്ട് നടക്കുന്ന കുറച്ചധികം ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്ന് കാര്യങ്ങൾ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കണ്ടിട്ടുള്ള അല്ലെ ഇവന്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊന്നും സംശയമൊന്നുമില്ലല്ലോ ഇവൻ കാണിച്ചത് തന്തയ്ക്ക് പുറക്കാഴിയാണെന്നുള്ളത്.
അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും ഇവൻ പ്ലേറ്റ് തിരിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഇവൻ പറയുന്നത് എല്ലാവരും അങ്ങ് മനസ്സിലാക്കും, അല്ലെ ഇവൻ പറയുന്നതാണ് എല്ലാവരും ചിന്തിക്കുന്നത്, അല്ലെ ഇവൻ പറയുന്നത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളതെന്നാണ്. എടാ മോനെ, നീ പോയി നിന്റെ വീട്ടിൽ തന്തയോടും തള്ളയോടും അല്ലെ നിന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കണം ആരായിരുന്നു ശ്രീനിവാസൻ, എന്തായിരുന്നു ശ്രീനിവാസൻ എന്ന്. നീ അയാൾക്കെതിരെ കുറച്ച് കാര്യങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും വാല്യൂ ഉള്ള കാര്യങ്ങളാണോ എന്ന് നീ ചിന്തിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നിന്റെ കുഴപ്പമല്ല, നിന്നെ വളർത്തിയ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുഴപ്പമാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിന്നെ പഠിപ്പിച്ച് അങ്ങനെ വളർത്താത്തതിന്റെ കുഴപ്പമാണ്. അതിനെ നമ്മളൊന്നും പറയുന്നില്ല, അത് നിനക്കൊരു പോരായ്മയാണ്. അപ്പൊ അങ്ങനെ എന്ത് കണ്ടാലും വിമർശിക്കാമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൽ കൂടി കുറച്ച് റീച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആ ഒരു ചിന്താഗതി ഇനി നീ മാറ്റിയില്ലെങ്കിൽ നീ നാണം കെട്ട് നാറും എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന ഈ ചെകുത്താൻ എന്ന് പറയുന്നവനെതിരെ പോലീസ് കേസുകൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ, ഇവനെ പിടിച്ച് അകത്തിടാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇവന്റെ ഈ ചെറ്റത്തരങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴും അവരെ പറ്റി അപരാധങ്ങൾ പറഞ്ഞ് അപഖ്യാതികൾ പറഞ്ഞുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില രാക്ഷസ ചിന്തകളുള്ള ചില മനസ്സിൽ വിഷം തീണ്ടിയ ജന്തുക്കളെയാണ് നമ്മളിവിടെ കാണുന്നത്. കഷ്ടമാണ്.